എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതേപോലെ തന്നെ മറ്റുള്ള ഇൻഡെക്സുകളും, പ്രത്യേകിച്ചും നിഫ്റ്റി ഇന്ന് വലിയ ഒരു കൺസോൾട്ടേഷനിൽ തന്നെയായിരുന്നു. നമുക്ക് 15 മിനിറ്റ് ക്യാൻഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നോക്കിക്കോളൂ, ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിലിൻ്റെ 8-ാം തീയതി ഇന്നല്ലേ, ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ 24,354 ഹൈയും 24,219 ലോവുമാണ്. ഇനി സെക്കൻഡ് ക്യാൻഡിൽ നോക്കൂ, 24,363, 24,354, 63, 54,63 പറയുമ്പോൾ 9 പോയിൻറ്റിൻ്റെ മാറ്റം. അത് കഴിഞ്ഞാൽ ഈ 15 മിനിറ്റ് ക്യാൻഡിലിനെ, അല്ലെങ്കിൽ ഈ അരമണിക്കൂർ 30 മിനിറ്റ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. താഴെയും ബ്രേക്ക് ചെയ്തിട്ടില്ല, മേലെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. നോക്കിയേ, അതായത് ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഒരു 9 പോയിൻറ്റ് മേലെ പോയി എന്നല്ലാതെ 15 മിനിറ്റ് ക്യാൻഡിലിനെ കേവലം ഒരു 9 പോയിൻ്റ് മുകളിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു സ്ട്രോങ് കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റി നോക്കിയ കുത്തബ് മിനാർ മാതിരിയാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി അതേസമയം 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പിന്നീട് അതിനെ ഒരിക്കലും താഴത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് വലുതാക്കട്ടെ, ഇതൊക്കെ പഠിച്ചോളി, വെറുതെ അങ്ങനെ കണ്ടിട്ട് ഇരിക്കണ്ട, എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുത്തോളി സ്റ്റോക്ക് മാർക്കറ്റിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കോളൊന്നും അങ്ങോട്ട് കളയട്ടെ. നോക്കിയേ, ഇവിടെ ഒരു ഡബിൾ ബോട്ടം എടുത്തിട്ട് ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഫോമായ പോലെ അല്ലേ. അപ്പോൾ ഇവിടെ ഇന്നത്തെ ഹൈ ആയ 23,454 അല്ലേ പറഞ്ഞത്, 24,354. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 100 പോയിൻ്റോളം മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഫോമായ പോലെ ഉണ്ട്. മാത്രമല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോയെന്നറിയില്ല, വലുതാക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ മാർക്കറ്റ് ഈ ലൈനിനെ, ഈ ട്രെൻഡ് ലൈനിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് താഴെ മേലെ ഇങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നേരത്തെ പറഞ്ഞ പോലെ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ ഈ കുത്തബ് മിനാർ പോലെ ഇങ്ങനെ പോയ സ്ഥിതിക്ക് ഇനി ഏതായാലും ചിലപ്പോൾ ഇവിടെ ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴെ വന്നേക്കാം. അങ്ങനെ താഴെ വന്നാലും ഒരു സ്ട്രോങ് ഫാളോ അല്ലെങ്കിൽ ക്രാഷോ സംഭവിച്ചോളണമെന്നല്ല, പക്ഷേ താഴെ വരാം. കാരണം മാർക്കറ്റ് ഹൈയിലാണുള്ളത്, ഏത് നിമിഷം താഴേക്ക് വരാം. ഇങ്ങനെ കൺസോൾട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു ബിഗ് മൂവ്മെൻറ്റ് നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കുറേ ദിവസമായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 ദിവസമായിട്ട് കൺസോൾട്ടേഷൻ തന്നെയാണ് അല്ലേ. നമ്മൾ ഇന്നലത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു വമ്പൻ റാലി നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ ഒരു പ്രോപ്പറായി എൻട്രി എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ താഴെ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാം. അവിടെ വന്ന് ഞങ്ങളുമായി സംസാരിച്ച് വേണമെങ്കിൽ പ്രീമിയം ഗ്രൂപ്പിലേക്ക് വരാം. അല്ലെങ്കിൽ പ്രീമിയം ഗ്രൂപ്പിൽ എടുത്തതിൻ്റെ ബാക്കി നല്ല മൂവ്മെൻ്റ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് ജനറൽ ഗ്രൂപ്പിലും എടുത്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇന്നത്തെ ടെലഗ്രാം ചാനൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്നത്തെ ഫസ്റ്റ് ട്രേഡാണ് കേട്ടോ ഇത്. ബാങ്ക് എക്സ് 25 15 കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചു. അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഫസ്റ്റ് തന്നെ റെഡിലാണ് ഞങ്ങൾ തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് മിഡ് ക്യാപ് നിഫ്റ്റി 20 കിട്ടി, പ്രോഫിറ്റാണ്. ഇത് 8 കിട്ടി, പ്രോഫിറ്റാണ്. പിന്നെ 6,000 പിന്നെ ബാങ്ക് എക്സ് 60,000 പുട്ട് 30 കിട്ടി, നല്ല പ്രോഫിറ്റാണ്. 90 വരെ ഹൈ പോയി. ബാങ്ക് നിഫ്റ്റി 250 പുട്ട് സൈഡ് എക്സിറ്റ് അടിക്കാൻ പറഞ്ഞു. ടെൻഷൻ അടിച്ചിരിക്കുന്ന പരിപാടി ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ 300 വരെ പോയേനെ, 300 വരെ കിട്ടിയേനെ. 250 300 308 വരെ പോയി. പോട്ടെ, ഞങ്ങൾ അത് ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ പിന്നെ എക്സിറ്റ് അടിച്ച് മുണ്ടാണ്ടിരിക്കുക. പിന്നെ 60-300 പുട്ട് സൈഡ് 170 കിട്ടി, അത് പ്രോഫിറ്റാണ്. 190 200 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ
220 വരെ പോയിട്ടുണ്ട്. മിഡ് ക്യാപ് നിഫ്റ്റി 60 കിട്ടി, 67, 73, 77 അതിന് മേലെ പോയിട്ടുണ്ട്. പിന്നെ എഴുതാൻ സമയമില്ല. പിന്നെ 52,400 കാൾ സൈഡ് 260 കിട്ടി, 279. അത് നേരിട്ട് ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ ടാർഗറ്റ് അല്ല മേലെ പോയതാ 200 അതല്ല ഇത് ഓക്കെ 279 ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ ഫസ്റ്റ് ടാർഗറ്റ് മിസ്സായി. എന്നാലും പ്രോഫിറ്റാണ്, ബുക്ക് ചെയ്തു എല്ലാവരും. പിന്നെ അത് നമ്മൾ അതിനുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ടാർഗറ്റിൻ്റെ അടുത്ത് വട്ടം കറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് എക്സിറ്റ് അടിച്ചുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങളൊക്കെ വായിക്കുന്നുണ്ടാവുമല്ലോ അത്. പിന്നെ ഇതാ പുട്ട് സൈഡ് ബാങ്ക് നിഫ്റ്റി 270 305 വരെ പോയി. ഓക്കെ, പിന്നെ വന്നിട്ട് പിന്നെ 5 മിനിറ്റിന് ശേഷം കമ്മോഡിറ്റിയിലേക്ക് വരാനാണ് പറഞ്ഞത്. നമ്മൾ കമ്മോഡിറ്റിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നു നോക്കാം. കമ്മോഡിറ്റിയിൽ ഒരു ക്രൂഡ് ഓയിൽ കൊടുത്തു. രാവിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ കൊടുത്തു 170 to 194. അത് പലർക്കും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, കാരണം സ്റ്റാർട്ടിങ് സമയം അതുണ്ട്. പിന്നെ ഗ്ലെൻമാർക്ക് ഇത് ആക്ടിവേറ്റ് ആയിട്ടില്ല. പിന്നെ സ്വിംഗ് ട്രേഡാണ് ഒന്ന് കൊടുത്തത്, അത് എടുത്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഏതായിരുന്നാലും അത് ആ ഒരു റേഞ്ചിൽ തന്നെയാണ്, അല്ല ആക്ടിവേറ്റ് ആയിട്ടില്ല, 171 തന്നെ വന്നിട്ടുള്ളൂ. പിന്നെ കമ്മോഡിറ്റി ഗോൾഡ് സെൽ ചെയ്യാനാണ് 72,700. അത് വലിയ 7 ലക്ഷം ഉറുപ്പ്യ വേണ്ടതുകൊണ്ട് അത് കാശുള്ളവരും എടുത്തോട്ടെ എന്നുള്ള നിലക്കിട്ടതാണ്. പിന്നെ ക്രൂഡ് ഓയിൽ വൈകുന്നേരം 5 മണിക്ക് കൊടുത്തു. അത് 148 മുതൽ 165, 167 വരെ പോയി എന്ന് തോന്നുന്നു. പിന്നെ നോക്കാൻ നിന്നില്ല. ഓക്കെ. പിന്നെ ക്രൂഡ് ഓയിൽ 157 പിന്നെ നാച്ചുറൽ ഗ്യാസ് കൊടുത്തിട്ടുണ്ട് 10:10 കൊടുത്തു. അത് 10:10 താഴെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ടെലിഗ്രാം ചാനലിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നാളെ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം. നമുക്ക് ആദ്യം റെസിസ്റ്റൻസ്, അതായത് 24 പ്രീവിയസ് ഹൈയായി 24,390. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം. അതിനു മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇന്നത്തെ ഹൈ എത്രയാണ്? 24,363. 24,363 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 100 പോയിൻ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു പ്രോഫിറ്റ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ഈ റെസിസ്റ്റൻസ് എത്തുന്നതിന് മുമ്പ് എക്സിറ്റ് അടിക്കണം. ഇനി നമുക്ക് താഴേക്ക് വരികയാണെങ്കിൽ 24,170 കേട്ടോ. 24,170 താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ നമുക്ക് താഴേക്കും പുട്ട് സൈഡ് പോകാം. അതിന് താഴെ ചെറുതായിട്ട് ഇവിടെ 23,930 ഇതുവരെ എന്തായാലും വരും. ഇത് ബ്രേക്ക് ചെയ്താൽ, അതായത് 24,170 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,930 വരെ വരും. അതിന് മുമ്പ് 30 വരെ വരാൻ വെയിറ്റ് ചെയ്യരുത്. അതിന് മുമ്പും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാം. അങ്ങനെ വന്ന് ടച്ച് ആയിക്കൊള്ളുന്നില്ല, ഇടയിൽ വന്ന് സപ്പോർട്ട് എടുത്ത് പോകാനും സാധ്യതയുണ്ട്. ഇനി അഥവാ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പുട്ട് സൈഡിലേക്ക് തന്നെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റി ഇങ്ങനെയാണ് നാളെ ചെയ്യേണ്ടത്. ബാങ്ക് നിഫ്റ്റി 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് പ്രീവിയസ് ഹൈ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇതാണ്. പ്രീവിയസ് ഹൈ 53,180. 53,180. ഓക്കെ, പക്ഷേ മാർക്കറ്റ് മുഖ്യമായ ഒരു പോയിൻറ്റിന്, അതായത് ഈ പ്രീവിയസ് ഹൈ ഉണ്ടല്ലോ ഇവിടെ, അതായത് 53,200 നോക്കട്ടെ, 53,256, 56 ബ്രേക്ക് ചെയ്ത് വീണ്ടും ഇവിടുന്ന് താഴെ വന്ന് ഈ പ്രീവിയസ് ഹൈ അതിന് താഴെ ക്ലോസ് ചെയ്തുകൊണ്ട് ഇനി ഈ പ്രീവിയസ് ഹൈയിന് ലോങ് ടൈമിലേക്ക് ചാൻസ് ഇല്ല. ഓക്കെ, ചെറിയ ടൈം ഫ്രെയിം ഒരു മണിക്കൂർ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് വേണമെങ്കിൽ മാറ്റാം 180. അത് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമാണ് വേണ്ടത്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ പ്രീവിയസ് ലോ ഏതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നോക്കാം. 51,100. ഓക്കെ, ഇതാണ് ഒരു പ്രീവിയസ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്മുടെ ഇതൊരു 52,060. 52 നോക്കട്ടെ, 52,060. ഇവിടെ നോക്കൂ, ഫുള്ള് ഗ്രീൻ ക്യാൻഡിൽ വെച്ച് അതിനിടയ്ക്ക് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വെച്ച് ആ ഒരു സപ്പോർട്ടായി വീണ്ടും ഇവിടെ നിന്ന് താഴെ വന്ന് കറക്റ്റായിട്ട്
ആ സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത് വീണ്ടും ഹൈ മേലെ പോയി വീണ്ടും താഴെ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം കൂടെ ഇവിടെ നമുക്കൊരു എം പാറ്റേൺ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളത് നോക്കണ്ട. നമ്മൾ മാർക്കറ്റ് ഇനി എന്താണ്, ഏത് വഴിക്ക് പോയാലാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഹൈയായ 52,815 818 നമുക്കൊരു 820 എന്ന് തന്നെ വെച്ചോളൂ. നാളെ ഇവിടെ നിന്നും റിവേഴ്സ് റീട്രേസ്മെൻറ്റ് നടത്തി ഈ ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എൻട്രി എടുത്ത് പോകാം. ഓക്കെ, അതേസമയം 53,190 എന്നുള്ള റെസിസ്റ്റൻസ് ഏരിയ റെസ്പെക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര? 350 പോയിൻ്റ്. ഓക്കെ, താഴെ വരികയാണെങ്കിൽ നമുക്ക് 52,060 ക്രോസ് ചെയ്താൽ ഇതുവരെ എടുത്തു വരാം. ഇതുവരെ വെയിറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ വെയിറ്റ് ചെയ്തോളണമെന്നില്ല. പരമാവധി പ്രോഫിറ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിന് മുമ്പ് തന്നെ റീട്രേസ്മെൻറ്റ് നടത്തി മുകളിലേക്ക് തന്നെ പോവും. അതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, മാർക്കറ്റല്ലേ. നോക്കൂ, 940 പോയിൻറ്റിൻ്റെ 900 പോയിൻറ്റിൻ്റെ ഗ്യാപ്പുണ്ട്. അതുവരെ ഒന്നും എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യില്ല, പേടിച്ച് വിറക്കില്ലേ ഗ്രീൻ കളർ കണ്ടാൽ. അതാണ് വേറൊരു സൈക്കോളജി. റെഡ് കണ്ടാൽ എത്ര വേണമെങ്കിലും കടിച്ച് പിടിച്ച് നിൽക്കും, തിരിച്ചു കയറും പറഞ്ഞിട്ട്. എന്നാൽ ഗ്രീൻ കണ്ടാലോ അയ്യോ കയ്യും കാലും പറിച്ച് ഒരു 500 രൂപ കണ്ടാൽ മതി, അപ്പം ബുക്ക് ചെയ്യും. അങ്ങനെയുണ്ട് കുറേ ആളുകൾ. കറക്റ്റായിട്ടൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, അടിച്ചു പോയാൽ പോട്ടെ, ഏതായാലും ഈ പരിപാടിക്ക് ഇറങ്ങി ഒരു ട്രേഡ് എടുക്കുക, അടിച്ചു പോയാൽ പോട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ഫുള്ളായിട്ട് വെയിറ്റ് ചെയ്യണമെന്നല്ല. ഒരു നല്ല പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് അടിച്ച് മിണ്ടാതിരിക്കുക. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡിംഗ് സെറ്റപ്പ് നാളേക്ക് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇന്നലെ ഒരു 2 സ്റ്റോക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് നോക്കാം. ഒന്ന് ആർത്തി ഡ്രഗ്സ് ആണ്. 557.50 ബൈ എൻട്രി പറഞ്ഞത്. ഇന്നത്തെ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം 563 561 ചെയ്തിട്ട് 563 വരെ പോയി. അതായത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് പോയി 63.20 563.20 വരെ പോയി. പിന്നെ അവിടെ നിന്ന് 553 വന്ന് 555.95 ക്ലോസ് ചെയ്തു. അതുകൊണ്ട് അതിലൊരു എൻട്രി കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 561 ഓപ്പൺ ചെയ്തത് മാർക്കറ്റ്. നമ്മുടെ 557.50 പിന്നീട് അത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായ 563 പോയതിന് ശേഷം താഴെ വന്നതുകൊണ്ട് ഒരിക്കലും ടാർഗറ്റിൻ്റെ അടുത്തോ ടാർഗറ്റ് അച്ചീവ് ചെയ്താലോ, അതായത് നമ്മുടെ എൻട്രി പ്രൈസിൻ്റെ തൊട്ടടുത്ത് വന്ന് ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയോ ടാർഗറ്റിനടുത്ത് പോയി വരികയോ ചെയ്താൽ വീണ്ടും അത് എടുക്കരുത്. അത് നമ്മൾ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ പെട്ടതാണ്. നമ്മുടെ ടെലഗ്രാം ചാനൽ വാച്ച് ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാവും. അതുകൊണ്ട് ഇതിൽ ആർത്തി ഡ്രഗ്സിൽ എൻട്രി നമ്മുടെ നിയമപ്രകാരം ലഭിച്ചിട്ടില്ല. അടുത്തത് വെസ്റ്റ് ലൈഫാണ്. 858 8-ാം തീയതി 9:15 858.70 ഓപ്പൺ ചെയ്തത്. ലോ 858, ഹൈ 878. 858 ഓപ്പൺ ചെയ്ത സ്ഥിതിക്ക് 858 വരെ വന്നു. എൻട്രി ലഭിച്ചിട്ടുണ്ടാവണം, കിട്ടിയിട്ടുണ്ടാവും അത് വാച്ച് ചെയ്തവർക്ക്. 878 വരെ പോയി. നമ്മുടെ ടാർഗറ്റ് 865 870 ഇതിൽ പ്രോഫിറ്റ് ഓക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്ന് ലൂപ്പിന് നോക്കാം. ലൂപ്പിന് ഒരു ബൈ എൻട്രിയാണ് 1785 ഒരു റൗണ്ട് ബോട്ടം ഫോം ആയിട്ടുണ്ട്. ക്ലിയറായിട്ട് റൗണ്ട് ബോട്ടം എന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 1785 എൻട്രി എടുത്താൽ 1774 SL 1795 1802 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാം. അതിന് മുകളിൽ പോകുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അടുത്തത് ജൂബിലി ഫുഡാണ്. അതിലും ഒരു ബൈ എൻട്രി തന്നെയാണ്. നാളെ 576 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 577 എൻട്രി എടുത്ത് പോകാം. 552 572 സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. 583 585 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം.
ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.